വെൽക്കം ടു ബിന്ദു ചിത്ര. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ കഞ്ഞി ആണ് കേട്ടോ. അതായത് ഹെൽത്തിയും ആണ്, ടേസ്റ്റിയും ആണ്, ഒരു പ്രോട്ടീൻ റിച്ച് കഞ്ഞി എന്നൊക്കെ പറയാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മൾ ബിസി ആയിരിക്കുമ്പോഴേക്കുള്ള എളുപ്പത്തിലൊരു നല്ല ഭക്ഷണം കഴിക്കണം, എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം. ആ സമയത്തൊക്കെ നമുക്കിതെടുക്കാം. അതുപോലെ വൈകിട്ട് ഡിന്നറിനൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മട്ടേരിയും ചെറുപയറുമാണ്. മട്ടേരി അല്ലെങ്കിൽ വേറെ അരി ഉപയോഗിക്കാം കേട്ടോ. എന്നാലും കഞ്ഞിക്ക് കൂടുതൽ നല്ലത് മട്ടേരിയാണ്. 1.25 ഗ്ലാസ് മട്ടേരിയും 1/4 ഗ്ലാസ് ചെറുപയറുമാണ്. ചെറുപയർ കൂടുതൽ വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ്സൊക്കെ ആക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇത് രണ്ടും വൃത്തിയായി കഴുകി അരമണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷം അത് കുക്കറിൽ അത് രണ്ടും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം. അത് ഒരു 3, 4 ചിലപ്പോൾ 5, 6 വിസിലൊക്കെ വേണ്ടി വരും, അരിയുടെയും പയറിൻ്റെയൊക്കെ വേവനുസരിച്ചിട്ട്. അപ്പോൾ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, പക്ഷേ വെള്ളമില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുത്. ആവശ്യത്തിന് വെള്ളം, നമുക്കറിയാമല്ലോ കഞ്ഞിക്ക് എത്ര വെള്ളം വേണമെന്ന്. ആ വെള്ളവും പിന്നെ ഉപ്പും ഇപ്പോഴാണ് ഞാൻ ചേർക്കുന്നത്. ഉപ്പും ചേർത്ത് ഒന്നുകിൽ തിളപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു വിസിലിടാം. ഞാനിവിടെ വീണ്ടും ഒരു വിസിലിടുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും കഞ്ഞിയുടെ ആ ഒരു രീതിയിൽ. ഇതിൻ്റെ പ്രധാന ടേസ്റ്റ് മേക്കർ തേങ്ങാപ്പാലാണ്. അപ്പം ഞാൻ തേങ്ങാപ്പാൽ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ഗ്ലാസ്സോളം തേങ്ങാപ്പാൽ. കഞ്ഞിയൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഞാനത് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ആവശ്യമില്ല, അത് വിളമ്പാനുള്ള എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്തതാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഉപ്പ് നോക്കുക, ഉപ്പ് പോരെങ്കിൽ ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ താളിച്ചിടണം. താളിച്ചിടാനായിട്ട് വെളിച്ചെണ്ണയോ നെയ്യോ ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് ചുവന്നുള്ളി കുറച്ച് അധികം എടുത്തിട്ട് തന്നെ ചെറുതായി അരിഞ്ഞ് മൂപ്പിച്ച് ഇതിലോട്ട് ചേർക്കാം. ആ ചുവന്നുള്ളി മൂപ്പിച്ചത് നമ്മൾ ആ കഞ്ഞിയിലേക്ക് ചേർത്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞി റെഡിയായി. വളരെ ടേസ്റ്റിയായ ഹെൽത്തിയായ പ്രോട്ടീൻ റിച്ച് കഞ്ഞി റെഡിയായി. ഈ കഞ്ഞിക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, ഇത് അങ്ങനെ തന്നെ കഴിക്കാം. പിന്നെ കറി ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ പപ്പടോ അല്ലെങ്കിൽ ചമ്മന്തിയോ അച്ചാറോ അത് വേറെ എന്തെങ്കിലും തോരനോ അങ്ങനെ എന്തെങ്കിലും സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ കഞ്ഞിയുടെ റെസിപ്പി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്